ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലേൺ വിത്ത് അർച്ചന. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് 10th ലെവൽ എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് അല്ലേ. അപ്പോൾ ഇതിനോടകം നമ്മൾ 2 ക്ലാസ്സുകളിലായിട്ട് 2 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 10th ലെവൽ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. ഇത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ തസ്തികയിലേക്ക് നടന്നിട്ടുള്ള ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 97/2025 ആണ്. നമ്മളിപ്പോൾ എത്രത്തോളം PYQ എക്സാം വരെ നമ്മൾ എത്രത്തോളം PYQ നോക്കുന്നുവോ അത്രയ്ക്കും നമുക്ക് എക്സാമിന് അത് അത്രയും യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ഈ ഒരു സീരീസ് ഈ ഒരു ചാനലിൽ തുടങ്ങിയത് എക്സാം വരെ കണ്ടിന്യൂ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ ചാനൽ ഇതിന് മുന്നത്തെ ക്ലാസ്സുകൾ കണ്ടിട്ട് ചാനൽ ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഞാൻ വായിക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ലാഹോർ സമ്മേളനമാണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ലാഹോർ സമ്മേളനം നടന്ന വർഷം എല്ലാവർക്കും അറിയാമല്ലോ. അത് 1929 ലാഹോർ സമ്മേളനം നടന്നിട്ടുള്ളത്. 1929 ഡിസംബറിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിലാണ് ലാഹോർ സമ്മേളനം നടന്നത്. ഈ ഒരു സമ്മേളനത്തിൽ വെച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചരിത്രപരമായിട്ടുള്ള പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പ്രമേയത്തിന് ശേഷം 1930 ജനുവരി 26 ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കാനും കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിയമലംഘന പ്രസ്ഥാനത്തിന് ഇത് വലിയ ഉത്തേജനം നൽകിയിട്ടുണ്ടായിരുന്നു, ഈ ഒരു ലാഹോർ സമ്മേളനത്തിലുള്ള പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉത്തരമാണ് ഇറയിളി. ഇറയിളിയാണ് തിരുവിതാംകൂർ ഭരണാധികാരിയായിട്ടുള്ള മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിട്ടുണ്ടായിരുന്ന നികുതി ഇളവിനെയാണ് ഇറയിളി എന്ന് അറിയപ്പെടുന്നത്. ഇത് തിരുവിതാംകൂർ ഭരണാധികാരിയായിട്ടുള്ള മാർത്താണ്ഡവർമ്മയാണ് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. സേവന കാലയളവിൽ സൈനികർക്ക് അവരുടെ ഒരു സേവന കാലഘട്ടത്തിൽ അവർക്ക് നികുതി ഇളവ് ലഭിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ നികുതി ഇളവിനെയാണ് ഇറയിളി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി തിരുവിതാംകൂറിലെ ഭൂമി റവന്യൂ കണക്കുകളെല്ലാം പരിഷ്കരിക്കുന്നതിനായിട്ട് വേണ്ടി മാർത്താണ്ഡവർമ്മ നടപ്പിലാക്കിയിട്ടുള്ള ഒരു പ്രധാന സംവിധാനമായിരുന്നു പതിവു കണക്ക്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലുണ്ടായിരുന്ന പ്രദേശം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉത്തരം മലബാർ ആണ്. അപ്പോൾ കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ അവർ നേരിട്ട് ഭരിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു മലബാർ. തിരുവിതാംകൂർ, കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങളെല്ലാം ബ്രിട്ടീഷ് മേൽക്കോയ്മയിൽ കഴിഞ്ഞിരുന്ന സമയത്ത് മലബാർ പ്രദേശം മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേരിട്ടാണ് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. തിരുവിതാംകൂർ, കൊച്ചിയെല്ലാം നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് മേൽക്കോയ്മയിലാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ മലബാർ പ്രദേശം എന്തായിരുന്നു? മദ്രാസ് പ്രസിഡൻസിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നു എന്നാണ് പറയുന്നത്. ഇതുപോലെ ഈ മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന് ശേഷം 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമായിരുന്നു മലബാറിൽ ബ്രിട്ടീഷുകാർക്ക് നേരിട്ടുള്ള നിയന്ത്രണം അവർ ഈ ഒരു ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുക, ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശമാണ് മലബാർ. അടുത്ത ചോദ്യമാണ്, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്, അഥവാ EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. ഇനി അടുത്ത ഈ ഒരു ഗ്രന്ഥത്തിൽ വരുന്ന കാര്യം, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൽ വരുന്ന വിവരം എന്താണ്? അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജനജീവിതത്തെക്കുറിച്ചും അതുപോലെ തന്നെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും എല്ലാം പ്രതിപാദിക്കുന്ന ഒരു കൃതിയാണ് ഈ 1.25 കോടി മലയാളികൾ എന്ന് പറയുന്ന കൃതി. അടുത്തതാണ്, ശുദ്ധി പ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് ചോദിക്കുന്നത്. ആര്യ സമാജവുമായി ബന്ധപ്പെട്ടതാണ്. ശുദ്ധി പ്രസ്ഥാനം ആര്യ സമാജവുമായി ബന്ധപ്പെട്ടതാണ്. 19ാം നൂറ്റാണ്ടിലെ സാമൂഹിക പരിഷ്കർത്താവായിരുന്ന സ്വാമി ദയാനന്ദ സരസ്വതി വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന ആഹ്വാനം ചെയ്തൊരു വ്യക്തിയാണ് അല്ലേ. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതി ഏതാണ്? സത്യാർത്ഥ പ്രകാശമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതി.
അതുപോലെ ഈ സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച ഒരു സമാജമാണ് ആര്യസമാജം. ആര്യസമാജം സ്ഥാപിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇദ്ദേഹം തന്നെയാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തതും ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ് സത്യാർത്ഥ പ്രകാശം. ഇനി അടുത്ത ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. നമുക്ക് അടുത്ത് നോക്കാം. 7ാമത്തെ ചോദ്യമാണ്. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയ ആണ് അഭിവഹനം. അതിലെ ഒന്ന് മാത്രമാണ് ശരിയുള്ളത് അല്ലേ? ഒന്ന് മാത്രമാണ് ശരിയുള്ളത്. ഏതാണ് ആ പ്രസ്താവന? കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം. ശരിയാണ്. അപ്പോൾ മറ്റുള്ള ഓപ്ഷൻസ് എല്ലാം തെറ്റാണ്. ഇനി അടുത്ത ചോദ്യമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന് ഉത്തരം ഏതാണ്? 3 മാത്രമാണ് അല്ലേ? അപ്പോൾ അഫ്ഗാനിസ്ഥാൻ ആണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം. നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മാലിദ്വീപ്, പാകിസ്ഥാൻ ഇവയെല്ലാം എന്താണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യമാണ്. ഇനി അടുത്ത ചോദ്യമാണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്കാണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശമായിട്ട് വരുന്നത്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം ഏതാണ്? ഓർത്തു വെക്കുക, 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക്. അതാണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള പ്രദേശം അരുണാചൽ പ്രദേശിലെ കിബിത്തു ആണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇതിൻ്റെ രേഖാംശ രേഖയാണ് 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്കുള്ള ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള ഒരു പ്രദേശമാണ് അരുണാചൽ പ്രദേശിലെ കിബിത്തു. ഇനി പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിന്ധു നദിയാണ്. സിന്ധു നദിയാണ് പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി. അപ്പോൾ ഇവിടെ ഈ ഒരു സിന്ധു നദീതട വ്യവസ്ഥയിലെ പോഷക നദികളാണല്ലോ സത്ലജ്, ബിയാസ് എന്നിവയെല്ലാം. ഈ സത്ലജ് നദിയും ബിയാസ് നദിയും എല്ലാം ആണ് ഈ പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ രൂപീകരണത്തിന് കൂടുതലായിട്ടും പങ്കുവഹിക്കുന്ന നദികൾ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിനുത്തരം ഓപ്ഷൻ സി ആണ്. 4 ബഗ്ലിഹാർ ആണ്. ബഗ്ലിഹാർ ഡാം ഇന്ത്യ എന്ത് ചെയ്തു? പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ എന്ത് ചെയ്യാണ്? പാകിസ്ഥാനിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന ചിനാബ് നദിയിലുണ്ടായിരുന്ന ബഗ്ലിഹാർ ഡാം അടയ്ക്കുകയാണ് ചെയ്തത്. പഹൽഗാം തീവ്രവാദ ആക്രമണത്തിന് ശേഷം എന്ത് ചെയ്തു? ഇന്ത്യ ചിനാബ് നദിയിലെ നീരൊഴുക്ക് നിയന്ത്രിക്കുന്നതിനായിട്ട് ബഗ്ലിഹാർ ഡാം അടച്ചു. അതുപോലെ തന്നെ സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഒരു നദിയാണ് ചിനാബ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിനാബ് നദിയിലുള്ള ബഗ്ലിഹാർ ഡാം ഇന്ത്യ അടയ്ക്കുകയാണ് ചെയ്തത്. ഇനി അടുത്ത ചോദ്യമാണ്. കേരളത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏത്? വേതന തൊഴിൽ പദ്ധതിയാണ് ജീവനം. ഇതെന്താണ്? കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഒരു വേതന തൊഴിൽ പദ്ധതിയാണ്. മറ്റുള്ളവ എന്താ? സുഭിക്ഷ കേരളം പദ്ധതി കാർഷിക മേഖലയായിട്ടോ അത് ഭക്ഷ്യമേഖലയുമായിട്ടും ബന്ധപ്പെട്ടതാണ് സുഭിക്ഷ കേരളം പദ്ധതി. അതുപോലെ കാരുണ്യ പദ്ധതി ആരോഗ്യ ഇൻഷുറൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കാരുണ്യ. ഇനി അടുത്ത ചോദ്യം ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന പ്രക്രിയയിൽ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ചുവടെ തന്നിരിക്കുന്ന ഏത് ചോദ്യത്തിലാണ്? അപ്പോൾ ഈ ചോദ്യങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ സമ്പദ്ഘടന നേരിടുന്ന പ്രധാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടുന്ന ചോദ്യങ്ങളാണിത്. എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം. അതിൽ സാങ്കേതിക വിദ്യയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ചോദ്യം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ പറയുന്നു എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നാണ് ഈ ഒരു സാങ്കേതിക വിദ്യയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ചോദ്യം. അതുപോലെ തന്നെ ഏത് സാങ്കേതിക വിദ്യ ഉപയോഗിക്കണം, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനത്തിൽ ഏത് സാങ്കേതിക വിദ്യ ഉപയോഗിക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത് നമ്മൾ ഈ ഒരു ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മറ്റുള്ളവയെല്ലാം എന്താണ്? നമ്മുടെ സമ്പദ്ഘടനയിൽ വരുന്ന അടിസ്ഥാന പ്രശ്നങ്ങളാണ് മറ്റുള്ളവയെല്ലാം.
ഇനി അടുത്ത ചോദ്യമാണ്, താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഭാഗമാണ് സാമൂഹിക സുരക്ഷാ കോഡ് 2020 ഉൾപ്പെടാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് സർക്കാർ ജീവനക്കാരാണ്. 2020 സാമൂഹിക സുരക്ഷാ കോഡ് 2020 ഉൾപ്പെടാത്തത് സർക്കാർ ജീവനക്കാരാണ്. അതിഥി തൊഴിലാളികളും ദിവസവേതനക്കാരും ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളും എല്ലാവരും ഈ സാമൂഹിക സുരക്ഷാ കോഡ് 2020 ഉൾപ്പെടുന്നവരാണ്. ഇനി അടുത്ത ചോദ്യമാണ് 16ാമത്തെ ചോദ്യം. വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. ഈ പ്രസ്താവന മുന്നോട്ട് വെച്ചത് ബ്രണ്ട്ലാൻഡ് കമ്മീഷനാണ്. ഈ പ്രസ്താവന മുന്നോട്ട് വെച്ചത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ഈ പ്രസ്താവന ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ മുന്നോട്ട് വെച്ചതാണ്. ഇത് 1987 ഈ ഒരു ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ റിപ്പോർട്ട് നിലവിൽ വന്നത്. ഈ ഒരു ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ റിപ്പോർട്ടിലാണ് ഇത്തരത്തിലുള്ള ഒരു നിർവചനം വന്നിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യമാണ്, ഒരു പ്രദേശത്തെ 20 അംഗങ്ങളോളം വരുന്ന ആളുകൾ ഒത്തുചേർന്ന് ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു. ഓരോ അംഗവും നിശ്ചിത തുക സംഘത്തിൽ നിക്ഷേപിക്കുന്നു. ബാങ്കുകൾ ഈ സംഘങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകുന്നു. അങ്ങനെ 2 രീതിയിൽ കിട്ടിയ പണം മൂലധനമാക്കി അംഗങ്ങൾക്ക് വായ്പ നൽകുന്നു. ഈ സമ്പ്രദായം അറിയപ്പെടുന്നത് എന്താണ്? ഈ സമ്പ്രദായമാണ് മൈക്രോ ഫിനാൻസ് എന്ന് അറിയപ്പെടുന്നത്. മൈക്രോ ഫിനാൻസ് എന്നാണ് ഈ ഒരു സമ്പ്രദായം അറിയപ്പെടുന്നത്. ചെറിയ സംഘങ്ങൾ രൂപീകരിച്ച് അംഗങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുന്നു. അത് ബാങ്കുകളിൽ കുറഞ്ഞ വായ്പ എടുത്ത് അംഗങ്ങൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള രീതിയെയാണ് മൈക്രോ ഫിനാൻസ് എന്നറിയപ്പെടുന്നത്. ഇനി അടുത്ത ചോദ്യമാണ്, ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് എന്നാണ്. ഇതിന്റെ ഉത്തരം ഡോക്ടർ അരവിന്ദ് പനഗരിയ. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഡോക്ടർ അരവിന്ദ് പനഗരിയയാണ്. ഇദ്ദേഹം നീതി ആയോഗിന്റെ മുൻ ഉപാധ്യക്ഷനായിരുന്നു. ഡോക്ടർ അരവിന്ദ് പനഗരിയ നീതി ആയോഗിന്റെ മുൻ ഉപാധ്യക്ഷനായിരുന്നു ഇദ്ദേഹം. ഇനി വായിക്കാനുള്ളത് 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വായിക്കാം. ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ 2025 ബജറ്റ് അവതരിപ്പിച്ചത്. ഈ വരികൾ എഴുതിയത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ഗുരജട അപ്പറാവു ആണ് ഈ വരികൾ എഴുതിയിട്ടുള്ളത്. നിർമ്മല സീതാരാമൻ 2025 ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ വായിച്ച ഒരു വരികളാണ്, ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ് എന്ന വരി വായിച്ചുകൊണ്ടാണ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ 2025 ബജറ്റ് അവതരിപ്പിച്ചത്. ഈ വരികൾ എഴുതിയിട്ടുള്ളത് ഗുരജട അപ്പറാവു ആണ്. ഇദ്ദേഹം പ്രശസ്തനായ തെലുങ്ക് കവിയാണ്. ഗുരജട അപ്പറാവു ആരാണ്? പ്രശസ്ത തെലുങ്ക് കവിയാണ്. ഇനി അടുത്ത ചോദ്യമാണ്, ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് എന്നാണ്. ഈ നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ സിന്ധു. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ സിന്ധു. അടുത്ത ചോദ്യമാണ് 21ാമത്തെ ചോദ്യം വായിക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് വകുപ്പ് 19 പെടാത്ത പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ കൊടുത്ത പ്രസ്താവനകളിൽ ഇതിൽ പെടാത്തത് ഓപ്ഷൻ സി ആണ്. നിയമത്തിനു മുമ്പിൽ എല്ലാവരും തുല്യരാണ്. മറ്റുള്ള 3 ഓപ്ഷൻസും വകുപ്പ് 19 പെടുന്നതാണ്. നമുക്ക് വായിക്കാം. വകുപ്പ് 19 പെടുന്ന പ്രസ്താവനകളാണ് സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും, ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുക, ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുക. ഈ 3 പ്രസ്താവനകളും വകുപ്പ് 19 ഭാഗമാണ്. നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്നത് 14ാം വകുപ്പിലാണ്. ഇനി നമുക്ക് 22ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. സോഷ്യലിസം, മതേതരത്വം എന്നീ രണ്ട് പദങ്ങൾ 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തത് എന്നാണ് ചോദിക്കുന്നത്. ആമുഖത്തിലാണ് സോഷ്യലിസം, മതേതരത്വം എന്നീ 2 പദങ്ങൾ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വന്നത്. ഇത് ഭരണഘടനയുടെ ആമുഖത്തിലാണ് കൂട്ടിച്ചേർത്തിട്ടുള്ളത്. 1972 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്നത്. ഇനി നമുക്ക് 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സുതാര്യവും ഊർജ്ജസ്വലവുമായ സർക്കാർ പദ്ധതി. ചുവപ്പ് നാടയില്ലാതെ എല്ലാവരിലേക്കും സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ വിവരങ്ങൾ എത്തിച്ചേരുന്നു. വിവേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്ന പദ്ധതി. ഈ ഗവേണൻസിനെ കുറിച്ച് ഈ പ്രസ്താവന ആരുടേതാണ് എന്നാണ് ചോദിക്കുന്നത്. ഈ പ്രസ്താവന APJ അബ്ദുൽ കലാം പറഞ്ഞതാണ്. APJ അബ്ദുൽ കലാമിൻ്റെതാണ് ഈ പ്രസ്താവന.
ഇനി അടുത്ത ചോദ്യമാണ് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉള്ളത്. അപ്പോൾ 1 വരുന്നത് യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് സി ആണ്, സെൻസസ് ആണ്. 2 സംസ്ഥാന ലിസ്റ്റിൽ വരുന്നത് ഡി ആണ്, ജയിലുകളാണ്. കൺകറന്റ് ലിസ്റ്റ് പ്രകാരം വരുന്നത് 3A ആണ്, വനം ആണ് കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നത്. അതുപോലെ അവശിഷ്ടാധികാരത്തിൽ വരുന്നതാണ് സൈബർ നിയമങ്ങൾ, ബി ആണ്. യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് സെൻസസ് ആണ്, സംസ്ഥാന ലിസ്റ്റിൽ വരുന്നത് ജയിലുകളാണ്, കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത് വനങ്ങളാണ്, വിശിഷ്ടാധികാരത്തിൽ വരുന്നതാണ് സൈബർ നിയമങ്ങൾ. ഇങ്ങനെ ചേരുംപടി ചേർക്കാനാണ് ഈ ഒരു ചോദ്യം പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 73 74 ഭരണഘടനാ ഭേദഗതികളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1990-ലാണ്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ സുകുമാർ സെൻ ആയിരുന്നു. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ആണ്. ഇതിൽ 2ഉം 3ഉം പ്രസ്താവനകളാണ് തെറ്റായിട്ട് വരുന്നത്. 2ഉം 3ഉം പ്രസ്താവനകളാണ് തെറ്റായിട്ട് വരുന്നത്. അപ്പോൾ 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതികളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നത്. അതുപോലെ തന്നെ 4ാമത്തെ പ്രസ്താവനയാണ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് നമ്മൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ വർഷം വന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഈ അടുത്താണ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയതായിട്ട് മാറിയത്. ഇപ്പോഴത്തെ നമ്മുടെ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഡോക്ടർ എ കൗശികൻ IAS ആണ്. ഡോക്ടർ എ കൗശികൻ IAS ആണ് നമ്മുടെ ഇപ്പോഴത്തെ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം, അത് ക്യാൻസൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഇനി 27ാമത്തെ ചോദ്യം നോക്കാം. ദരിദ്രരിൽ ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യസാധനങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് അന്ത്യോദയ അന്നയോജന. അന്ത്യോദയ അന്നയോജനയാണ് ദരിദ്രരിൽ ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി അറിയപ്പെടുന്നതാണ് അന്ത്യോദയ അന്നയോജന. ഇനി അടുത്ത ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? കേരളത്തിൽ ആദ്യമായി തൊഴിൽ വകുപ്പ് രൂപീകരിച്ചത് 1946-ലാണ്. ഇതിനുള്ള നിർദ്ദേശം നൽകിയത് CP രാമസ്വാമി അയ്യരാണ്. ശരിയായ പ്രസ്താവനയാണ് ഞാനിപ്പോൾ വായിക്കുന്നത്. 1946 വരെ വ്യവസായ വകുപ്പിൻ്റെ ഭാഗമായിരുന്നു തൊഴിൽ വകുപ്പ്. അപ്പോൾ ഇതിൽ തെറ്റുള്ളതാണ്. ഇതിനുള്ള ഉത്തരവ് ഇറക്കിയത് ശ്രീമൂലം തിരുനാൾ രാജാവാണ് എന്ന്. അപ്പോൾ ഇതിനുള്ള ഉത്തരവ് ഇറക്കിയത് ശ്രീമൂലം തിരുനാൾ രാജാവല്ല, ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ്. ഈ ഒരു തൊഴിൽ വകുപ്പ് രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവ് ഇറക്കിയത് ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ആ ഒരു പ്രസ്താവനയാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാ പ്രസ്താവനകളും ഇതിൽ തെറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? രാജ്യസഭയുടെ കാലാവധി 6 വർഷമാണ് എന്നാണ് പറയുന്നത്. രാജ്യസഭയുടെ കാലാവധിയാണോ 6 വർഷം? അല്ല അല്ലേ. രാജ്യസഭയുടെ അംഗങ്ങളുടെ കാലാവധിയാണ് 6 വർഷം. അതുപോലെ രാജ്യസഭ പാർലമെന്റിന്റെ അധോ മണ്ഡലമാണെന്നാണ് ചോദ്യത്തിൽ പറയുന്നത്. അതല്ല, രാജ്യസഭ പാർലമെന്റിന്റെ ഉപരിമണ്ഡലമാണ് രാജ്യസഭ. ഇനി പറയുന്നു രാജ്യസഭാ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 25 വയസ്സാണ് എന്ന്. അല്ല അല്ലേ, രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. ഇനി അടുത്തത് എന്താണ്? എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യസഭാ അംഗങ്ങളുടെ പ്രാതിനിധ്യം തുല്യമാണ് എന്ന് പറയുന്നു. അങ്ങനെയല്ല വരുന്നത്. സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം തുല്യമായിട്ടല്ല വരുന്നത്. അപ്പോൾ ഇതിലെ എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. ശരിയായത് ഞാൻ പറഞ്ഞു തന്നല്ലോ ഇപ്പോൾ. ഇനി 30ാമത്തെ ക്വസ്റ്റ്യനാണ്. MGNREGAയുടെ പൂർണ്ണരൂപം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പൂർണ്ണരൂപം എന്താണ്? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് എന്നാണ് MGNREGAയുടെ പൂർണ്ണരൂപം. പക്ഷേ ഇപ്പോൾ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി ഇപ്പോൾ റീസെൻ്റായിട്ട് പുതിയ പേരിൽ ഇറങ്ങാൻ പോവുകയാണ് അല്ലേ. എന്താണ് ഇതിൻ്റെ പേര് പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്നത്? VBG റാംജി അഥവാ ഇതിൻ്റെ ഫുൾ ഫോം വരുന്നത് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ.
ഇതാണ് VBG റാംജി എന്ന പേരിൻ്റെ ഫുൾ ഫോമായിട്ട് വരുന്നത്. നേരത്തെ എത്രയായിരുന്നു, 100 ദിവസമായിരുന്നു അല്ലേ? തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 ദിവസത്തെ തൊഴിലായിരുന്നു ഉറപ്പ് നൽകിയിരുന്നെങ്കിൽ ഈ ഒരു VBG റാംജി പദ്ധതി പ്രകാരം 125 ദിവസത്തെ തൊഴിൽ ഉറപ്പ് നൽകുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 31ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജമ്മു കാശ്മീരിന് ഇതിൽ നമുക്ക് തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണെന്ന് നോക്കാം. തെറ്റായി വരുന്നത് രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ്. അപ്പോൾ നമുക്ക് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി മുൻപ് നൽകിയിരുന്ന വകുപ്പായിരുന്നു വകുപ്പ് 370. ഇപ്പോൾ ജമ്മു കാശ്മീർ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് ഇവിടുത്തെ ഒരു പ്രധാന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ട് വരുന്നത് 2018 ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടത് എന്നാണ്. അല്ല, 2019 ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു വയ്ക്കുക, 2019 ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി നഷ്ടപ്പെടുന്നത്. അടുത്ത ചോദ്യമാണ് 32ാമത്തെ ചോദ്യം. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റീസെൻ്റ് ആയിട്ടുള്ള വന്നൊരു കാര്യമാണ്, നമുക്ക് തീർച്ചയായും ഓർമ്മ ഉണ്ടായിരിക്കേണ്ടതാണ്. കേരളമാണ്. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 34ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. CRISPR-Cas9 സാങ്കേതിക വിദ്യയുടെ പ്രധാന പ്രയോജനങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. മുകളിൽ പറഞ്ഞവ എല്ലാം ഇതിൻ്റെ പ്രയോജനങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. ജീൻ തെറാപ്പി, കാർഷിക വിളകളുടെ മെച്ചപ്പെടുത്തൽ, ഘോര ചികിത്സ, ഇവയെല്ലാം CRISPR-Cas9 സാങ്കേതിക വിദ്യയുടെ പ്രധാനപ്പെട്ട പ്രയോജനങ്ങളായിട്ട് പറയുന്നവയാണ്. ഇനി അടുത്തതാണ് 35ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും ശരിയായ വാക്സിൻ്റെയും അസുഖത്തിൻ്റെയും ജോഡി തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ശരിയായ ജോഡിയായിട്ട് വരുന്നത് OPV ആണ്. OPVയുടെ വാക്സിനാണ്. OPV വാക്സിൻ എന്തിനു വേണ്ടിയിട്ടാണ്? പോളിയോ അസുഖത്തിന് വേണ്ടിയിട്ടാണ് OPV വാക്സിൻ എടുക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 36ാമത്തെ ക്വസ്റ്റ്യൻ. ഓസോൺ പാളിയുടെ ശോഷണത്തിന് പ്രധാന കാരണമായ രാസവസ്തു ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമായ പ്രധാന രാസവസ്തുവാണ് ക്ലോറോഫ്ലൂറോ കാർബണുകൾ. ക്ലോറോഫ്ലൂറോ കാർബണുകളാണ് ഓസോൺ പാളിയുടെ ശോഷണത്തിന് പ്രധാന കാരണമായ രാസവസ്തു. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി 38ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരോഗ്യ കേരളം പദ്ധതിയുടെ ഉദ്ദേശം ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക. ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇനി അടുത്ത ചോദ്യമാണ്, തലച്ചോറിൻ്റെ പ്രധാന ഭാഗമായ സെറിബ്രത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ശരിയായത് എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ 1ഉം 4ഉം ആണ് പ്രസ്താവനകളാണ് ശരിയായിട്ട് വരുന്നത്. ഒന്നാമത്തെ പ്രസ്താവനയാണ് സെറിബ്രം മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ 4ാമത്തെ പ്രസ്താവനയാണ് ചിന്തനം, ഓർമ്മ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കൽ, ഭാഷ, തീരുമാനങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നതെല്ലാം സെറിബ്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടുമാണ് ഇതിൽ ശരിയായിട്ട് വരുന്നത്. അതുപോലെ ഹൃദയമിടിപ്പ്, ശ്വസനം, രക്തസമ്മർദ്ദം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. ഇനി അടുത്ത ചോദ്യമാണ്, എന്താണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത് എന്നാണ്. അനിയന്ത്രിതമായ ഭക്ഷണശീലമാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത്. അടുത്ത ചോദ്യമാണ് 41ാമത്തെ ചോദ്യമാണ്, അമ്ലമഴയുടെ pH മൂല്യം ഏകദേശം എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അമ്ലമഴയുടെ pH മൂല്യം 5.6 താഴെയാണ്. അമ്ലമഴയുടെ pH മൂല്യം 5.6 താഴെയാണ്. ഒരു സാധാരണ മഴവെള്ളത്തിന് ഏകദേശം 5.6 pH ഉണ്ട്. പക്ഷേ അന്തരീക്ഷത്തിലെ സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് എന്നിവയെല്ലാം മഴവെള്ളവുമായി കലരുമ്പോഴാണ് pH മൂല്യം 5.6 താഴെയാകുന്നതും ഇത് അമ്ലമഴയായിട്ട് മാറുകയും ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ സാധാരണ മഴവെള്ളത്തിന് 5.6 ആണ് pH മൂല്യം ഉള്ളത്. ഇത് പിന്നീട് സൾഫർ ഡൈ ഓക്സൈഡുമായിട്ടും നൈട്രജൻ ഓക്സൈഡുമായിട്ടെല്ലാം കൂടിക്കലരുമ്പോഴാണ് pH മൂല്യം 5.6 താഴെയായി അമ്ലമഴയായിട്ട് മാറുന്നത്.
ഇനി 42ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടന്റെ എത്രാമത്തെ ചലന നിയമമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ന്യൂട്ടന്റെ 3ാമത്തെ ചലന നിയമമാണ്. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും എന്നത് ന്യൂട്ടന്റെ 3ാമത്തെ ചലന നിയമമാണ്. ഇനി വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ ആവൃത്തി ഏറ്റവും കൂടിയ തരംഗം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗാമാ കിരണമാണ് വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ ആവൃത്തി ഏറ്റവും കൂടിയ തരംഗം. ഗാമാ കിരണമാണ് വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ ആവൃത്തി ഏറ്റവും കൂടിയിട്ടുള്ള തരംഗം. വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിൽ ഏറ്റവും ഉയർന്ന ആവൃത്തിയുള്ളതും ഏറ്റവും കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ള തരംഗങ്ങളാണ് ഗാമാ കിരണങ്ങൾ. ഗാമാ കിരണങ്ങളുടെ തരംഗ ദൈർഘ്യം ഏറ്റവും കുറവാണ്, അതുപോലെ ആവൃത്തി ഏറ്റവും ഉയർന്നതുമാണ്. ഇനി 44ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം ജിയുടെ മൂല്യം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം, അതായത് ജിയുടെ മൂല്യം എത്രയാണ്? ഉത്തരമായിട്ട് വരുന്നത് 0 മീറ്റർ/സെക്കൻഡ് ആണ്. 0 മീറ്റർ/സെക്കൻഡ് ആണ് ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണത്തിന് ജിയുടെ മൂല്യം. ഇനി അടുത്തതാണ്, ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈ സ്പീഡ് ട്രെയിൻ CR 450 അനാച്ഛാദനം ചെയ്ത രാജ്യം ഏതാണ് ചോദിച്ചിട്ടുണ്ട്. ചൈനയാണ് ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈ സ്പീഡ് ട്രെയിൻ CR 450 അനാച്ഛാദനം ചെയ്ത രാജ്യമായിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് 46ാമത്തെ ക്വസ്റ്റ്യൻ. നാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരി വിൽമോറും 2024 ജൂൺ മുതൽ 2025 മാർച്ച് വരെ 9 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണത്തിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയത് ഏത് വാഹനത്തിലായിരുന്നു എന്ന് ചോദിക്കുന്നു. സ്പേസ് എക്സ് ക്രൂ ഡ്രാഗണിലാണ് ഇവർ തിരിച്ചെത്തിയത്. ആരൊക്കെയായിരുന്നു? നാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരി വിൽമോറും 2004 ജൂൺ മുതൽ 2025 മാർച്ച് വരെ 9 മാസക്കാലം എവിടെയായിരുന്നു? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലായിരുന്നു. ഇവിടുത്തെ ഗവേഷണത്തിന് ശേഷം ഇവർ ഭൂമിയിലേക്ക് മടങ്ങിയത് സ്പേസ് എക്സ് ക്രൂ ഡ്രാഗണിലാണ്. ഇനി അടുത്ത ചോദ്യമാണ്, 132 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര മോൾ CO2 അടങ്ങിയിരിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 3 മോളാണ്. 132 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര മോൾ CO2 അടങ്ങിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ 3 മോളാണ്. ഇനി 48ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയെ പറയുന്ന പേരെന്ത്? ഇതാണ് അതിപൂരിത ലായനി. ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയാണ് അതിപൂരിത ലായനി. ഇനി അടുത്ത ചോദ്യമാണ്, സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ലോഹസങ്കരമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോ എന്ന ലോഹസങ്കരം കൊണ്ടാണ് സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ഇനി 50ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഒരു ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ അതിലെ കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടെങ്കിൽ അത് ജലവുമായി സമ്പർക്കം ഉണ്ടാകുമ്പോൾ പുറത്തു വരുന്ന വാതകം ഏതാണ്? അസറ്റ്ലീനാണ് ഈ വാതകം. ഒരു ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ അതിലെ കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടെങ്കിൽ അത് ജലവുമായി സമ്പർക്കം ഉണ്ടാകുമ്പോൾ പുറത്തു വരുന്ന വാതകമാണ് അസറ്റ്ലീൻ. അടുത്ത ചോദ്യമാണ്, പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപകരണം AI ടൂൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപകരണമാണ് ആൽഫാഫോൾഡ്. 52ാമത്തെ ചോദ്യം, 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതെല്ലാമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1, 2, 3, 4, 6. അപ്പോൾ 1 പണിയ നൃത്തം, 2 പളിയ നൃത്തം, 3 ഇരുള നൃത്തം, 4 മംഗലം കളി, 5 ഇല്ല, അത് കഴിഞ്ഞ് 6 മലപ്പുലയ ആട്ടം. അപ്പോൾ ഇതിൽ പണിയ നൃത്തം, പളിയ നൃത്തം, ഇരുള നൃത്തം, മംഗലം കളി, മലപ്പുലയ ആട്ടം ഇവയെല്ലാമാണ് 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗോത്ര കലാരൂപങ്ങളായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യമാണ് 53. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ആരെല്ലാം? 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ആരെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഗുകേഷ് ഡി, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ബാക്കർ. ആരെല്ലാമാണ്? ഗുകേഷ് ഡി, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ബാക്കർ ഇവരെല്ലാവരുമാണ് 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ.
ഇനി അടുത്ത ചോദ്യമാണ് 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം. 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലമാണ് ചെനാബ് റെയിൽവേ പാലം. ചെനാബ് റെയിൽവേ പാലമാണ് 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാനുള്ളതാണ് 55ാമത്തെ ക്വസ്റ്റ്യൻ. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരുന്നത് എ ഓപ്ഷനാണ്. ഇതിൽ ഒന്നാമത്തെ ഡി ആണ്. നിരീശ്വരൻ എന്ന കൃതിയുടെ കർത്താവ് VJ ജെയിംസ് ആണ്. അതുപോലെ 2 ആണ് വരുന്നത്. മീശ എന്ന കൃതിയുടെ രചയിതാവ് CS ഹരീഷ് ആണ്. ഹരീഷ് ആണ് മീശ എന്ന കൃതിയുടെ കർത്താവ്. മൂന്നാമത്തെ വരുന്നത് ആണ്. ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ എന്ന കൃതി എഴുതിയത് NS മാധവനാണ്. ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ എഴുതിയത് NS മാധവനാണ്. 4 ആണ്. സമ്പർക്ക ക്രാന്തി എഴുതിയത് V ഷിനിലാലാണ്. സമ്പർക്ക ക്രാന്തി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് V ഷിനിലാലാണ്. ഇനി അടുത്ത ചോദ്യമാണ് കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ ബഹുമതി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരമാണ് കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ ബഹുമതി. ഇനി ശരിയായ ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ശരിയായ ജോഡികളായിട്ട് വരുന്നത് 1ഉം 3ഉം ആണ്. 1 വൈശാഖ മഹോത്സവം നടക്കുന്നത് കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ്. 3 വരുന്നത് പുത്തിരി തിരുവപ്പന വരുന്നത് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം പറശ്ശിനിക്കടവ്. പുത്തിരി തിരുവപ്പന വരുന്നത് എവിടെയാണ്? ശ്രീ മുത്തപ്പൻ ക്ഷേത്രം പറശ്ശിനിക്കടവ്. ഇനി അടുത്ത ചോദ്യമാണ് 58ാമത്തെ ചോദ്യമാണ്. 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങളാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ സി 1ഉം 2ഉം ആണ്. ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ് 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ. ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും. അടുത്ത ചോദ്യമാണ് 59ാമത്തെ ചോദ്യമാണ്. നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം IP വിലാസം ലഭ്യമാകുന്ന സാങ്കേതിക വിദ്യ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ വഴിയാണ് നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം IP വിലാസം ലഭ്യമാകുന്ന സാങ്കേതിക വിദ്യ. ഏതാണ്? ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ വഴിയാണ് നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം IP വിലാസം ലഭ്യമാകുന്ന സാങ്കേതിക വിദ്യ. അടുത്ത ചോദ്യമാണ് 60ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലിബ്രെ ഓഫീസ് ഇംപ്രസ് ആണ് ഇതിൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലാത്തതായി വരുന്നത്. ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഏതൊക്കെയാണ്? MySQL, ഒറാക്കിൾ, മൈക്രോസോഫ്റ്റ് ആക്സസ് എന്നിവയൊക്കെയാണ് ഇതിൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. MySQLും ഒറാക്കിളും മൈക്രോസോഫ്റ്റ് ആക്സസും ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റമാണ്. ഇനി 61ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്വതന്ത്ര വിവരവിനിമയ സാമൂഹിക മാധ്യമം ആണ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് കൊടുത്തിട്ടുള്ളതിൽ ഒരു സ്വതന്ത്ര വിവരവിനിമയ നവ സാമൂഹിക മാധ്യമമാണ് ഡയാസ്പൊറ. ഡയാസ്പൊറയാണ് ഒരു സ്വതന്ത്ര വിവരവിനിമയ നവ സാമൂഹിക മാധ്യമം. ഇനി അടുത്തത് 62ാമത്തെ ക്വസ്റ്റ്യൻ. 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ട് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡീപ് സീക്ക് ആണ് 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ട്. ഡീപ് സീക്ക് എന്നാണ് പേര്. അടുത്ത ചോദ്യമാണ്. ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് ഏത് നഗരത്തിലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അമരാവതിയിലാണ്. അമരാവതിയിലാണ് ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത്. അമരാവതിയിലാണ്. ഇനി 64ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കാത്ത വിവരങ്ങൾ പ്രസ്താവിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കാത്ത വിവരങ്ങൾ പ്രസ്താവിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഓപ്ഷൻ ബി ആണ്. 1 മാത്രമാണ് വരുന്നത്. സംസ്ഥാന നിയമസഭയ്ക്ക് നിഷേധിക്കാനാവാത്ത വിവരങ്ങളാണ് വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കാത്ത വിവരങ്ങളായിട്ട് വരുന്നത്. ഇതിൽ 66ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് പട്ടികജാതിക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ആണ് 4. 338ാമത്തെ അനുച്ഛേദ പ്രകാരമാണ് പട്ടികജാതിക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ ഓർത്തു വയ്ക്കുക 338 പ്രകാരം.
67ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഗാർഹിക പീഡന നിയമത്തിലെ 12ാം വകുപ്പ് പ്രകാരം ആർക്കൊക്കെ അപേക്ഷ നൽകാം? ഓപ്ഷൻ ബി 4 മാത്രം, അതായത് എല്ലാവർക്കും, എല്ലാം ശരിയാണ്. ഇതിൽ പീഡിപ്പിക്കപ്പെട്ട വ്യക്തിക്ക് മാത്രം, ഏതൊരാൾക്കും നൽകാം, പീഡിപ്പിക്കപ്പെട്ട വ്യക്തിക്കും പ്രൊട്ടക്ഷൻ ഓഫീസർക്കും മാത്രം. അതുപോലെ ഇതിൽപ്പെട്ട എല്ലാം ശരിയാണ്. ഈ ഒരു ഉത്തരങ്ങൾ എല്ലാം ശരിയാണ്. ഇനി 68ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പോക്സോ നിയമപ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വിഭാവനം ചെയ്യപ്പെട്ട പ്രായം. പോക്സോ നിയമപ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വിഭാവനം ചെയ്യപ്പെട്ട പ്രായം ഏതാണ്? ഓപ്ഷൻ സി 2 ആണ്, 18 വയസ്സിനു താഴെ. കുട്ടിയുടെ നിർവചനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 18 വയസ്സിനു താഴെ വരുന്നവരാണ് കുട്ടി. ഇനി 69ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പോക്സോ നിയമപ്രകാരം കൗമാരക്കാർക്കിടയിലെ ലൈംഗികതയെ അപ്പാടെ കുറ്റകരമാക്കുന്നത് ആശങ്കാജനകമാണെന്ന് പ്രതിപാദിക്കുന്ന ലോ കമ്മീഷൻ റിപ്പോർട്ട്. ഓപ്ഷൻ എ ആണ്, 2 ആണ്, 283 റിപ്പോർട്ടാണ്. 283ാമത്തെ റിപ്പോർട്ടാണ് പോക്സോ നിയമപ്രകാരം കൗമാരക്കാർക്കിടയിലെ ലൈംഗികതയെ അപ്പാടെ കുറ്റകരമാക്കുന്നത് ആശങ്കാജനകമാണ് എന്ന് പ്രതിപാദിക്കുന്ന ലോ കമ്മീഷൻ റിപ്പോർട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് 70ാമത്തെ ക്വസ്റ്റ്യൻ, മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമത്തിൻ്റെ S2 ക്ലോസ് ഡി രക്ഷിതാവ് ആരാണെന്നാണ് ചോദിക്കുന്നത്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമത്തിൻ്റെ S2 ക്ലോസ് ഡി രക്ഷിതാവ് ആരാണ്? ഓപ്ഷൻ സി 3 മാത്രമാണ്, അഥവാ 1ഉം 2ഉം ഉണ്ട്. ജന്മം നൽകിയ രക്ഷിതാവും ദത്തെടുക്കുന്നവരും അതുപോലെ തന്നെ രണ്ടാനച്ഛനും രണ്ടാനന്മയും രക്ഷിതാവിൽ വരുന്നതാണ്. ഓപ്ഷൻ സി ആണ് 3ൽ ജന്മം നൽകിയ രക്ഷിതാവും ദത്തെടുക്കുന്നവരും അതുപോലെ തന്നെ രണ്ടാനച്ഛനും രണ്ടാനമ്മയും മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമത്തിൻ്റെ S2 ക്ലോസ് ഡി പ്രകാരം രക്ഷിതാവാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ജനറൽ ക്വസ്റ്റ്യൻസിൻ്റെ ഭാഗത്ത് നിന്നും വരുന്നത്. അടുത്ത ക്ലാസ്സുകളിൽ ഇതുപോലെയുള്ള 10th ലെവൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. Thank you all.